മക്കളെ, സയൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. ഒരു പേനയും പേപ്പറും എടുത്ത് ഓരോ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി പഠിച്ചു കഴിയാത്തവരാണെങ്കിൽ 1-2 തവണ വീഡിയോ കണ്ട ശേഷം മാത്രം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ്? അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ്? ഉത്തരം നൈട്രജൻ. ചോദ്യം 2, അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുന്ന ഉപകരണം ഏതാണ്? അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഉത്തരം ഹൈഗ്രോമീറ്റർ. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ. ലോക ഓസോൺ ദിനം എന്നാണ്? ലോക ഓസോൺ ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 16. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഉത്തരം പ്ലേഗ്. ഓസോൺ പാളി തടഞ്ഞു നിർത്തുന്ന കിരണം ഏതാണ്? ഓസോൺ പാളി തടഞ്ഞു നിർത്തുന്ന കിരണം ഏതാണ്? ഉത്തരം അൾട്രാവയലറ്റ് രശ്മികൾ. കർഷകന്റെ ചങ്ങാതി എന്നറിയപ്പെടുന്ന ജന്തു ഏതാണ്? കർഷകന്റെ ചങ്ങാതി എന്നറിയപ്പെടുന്ന ജന്തു ഏതാണ്? ഉത്തരം മണ്ണിര. ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന പദാർത്ഥം ഏതാണ്? ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന പദാർത്ഥം ഏതാണ്? ഉത്തരം ക്ലോറോ ഫ്ലൂറോ കാർബൺ. രാസസൂര്യൻ എന്ന് അറിയപ്പെടുന്ന ലോഹം ഏതാണ്? രാസസൂര്യൻ എന്ന് അറിയപ്പെടുന്ന ലോഹം ഏതാണ്? ഉത്തരം മഗ്നീഷ്യം. ഇലകളിൽ അടങ്ങിയിരിക്കുന്ന ലോഹത്തിൻ്റെ പേര് എന്താണ്? ഇലകളിൽ അടങ്ങിയിരിക്കുന്ന ലോഹത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം മഗ്നീഷ്യം. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതായിരുന്നു? മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതായിരുന്നു? ഉത്തരം ചെമ്പ്. ചെമ്പാണ് മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം മഗ്നീഷ്യം. പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം ഗ്രാഫൈറ്റ്. പ്രകൃതിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? പ്രകൃതിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ഉത്തരം വജ്രം. വജ്രത്തിന് ഏറ്റവും കൂടുതൽ കാഠിന്യമുണ്ട്. ബൾബിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ്? ബൾബിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ്? ഉത്തരം ആർഗൺ. ബൾബിൽ നിറയ്ക്കുന്ന വാതകമാണ് ആർഗൺ. ജ്വലനത്തെ സഹായിക്കുന്ന വാതകം ഏതാണ്? അതായത് തീ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഉത്തരം ഓക്സിജൻ. വെളുത്ത സ്വർണം എന്ന് അറിയപ്പെടുന്നത് എന്താണ്? വെളുത്ത സ്വർണം എന്ന് അറിയപ്പെടുന്നത് എന്താണ്?
ഉത്തരം പ്ലാറ്റിനം. മെർക്കുറി വിഷബാധ മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? മെർക്കുറി വിഷബാധ മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം മീനാമാത. കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ഉത്തരം ക്ലോറിൻ. ക്ലോറിൻ ഉപയോഗിച്ച് നമുക്ക് വെള്ളം ശുദ്ധീകരിക്കാം. ചതുപ്പുവാതകം എന്നറിയപ്പെടുന്നത് എന്താണ്? ചതുപ്പുവാതകം എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം മീഥേൻ. അഗ്നിശമനികളിൽ തീയണയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? അഗ്നിശമനികളിൽ തീ അണയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? ഉത്തരം ടിൻ, ലെഡ് എന്നിവ ഉപയോഗിച്ചാണ് ഫ്യൂസ് വയർ നിർമ്മിക്കുന്നത്. ചാന്ദ്രദിനം എന്നാണ്? ചാന്ദ്രദിനം എന്നാണ്? ഉത്തരം ജൂലൈ 21. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വാതകം ഏതാണ്? ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വാതകം ഏതാണ്? ഉത്തരം മീഥേൻ ഐസോസൈനേറ്റ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം കാൽസ്യം. മണ്ണിൻ്റെ അമ്ലവീര്യം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം? മണ്ണിൻ്റെ അമ്ലവീര്യം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ഉത്തരം കുമ്മായം. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? ഉത്തരം സ്വർണം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന ആദ്യത്തെ സസ്യം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന ആദ്യത്തെ സസ്യം ഏതാണ്? ഉത്തരം തെങ്ങ്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഉത്തരം ജൂൺ 5. കഴുത്ത് പൂർണ്ണവൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ്? കഴുത്ത് പൂർണ്ണവൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി ഏത്? ഉത്തരം മൂങ്ങ. മിനറൽ ഓയിൽ അഥവാ കറുത്ത സ്വർണം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്താണ്? മിനറൽ ഓയിൽ, കറുത്ത സ്വർണം എന്നീ പേരുകൾ അറിയപ്പെടുന്നത്. നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബായ്.